നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബൃഹസ്പതി അഥവാ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവവും അത് തരുന്ന കാരകത്വങ്ങളും ഒക്കെ നമുക്കൊന്ന് സൂചനകളായിട്ട് പഠിച്ചു പോകാം. പുരാണത്തിൽ അതിമനോഹരമായൊരു കഥയത്. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള അംഗീരസ് മഹർഷിക്ക് വസുതയിൽ ജനിച്ച പുത്രനാണ് വ്യാഴം. അതികഠിനമായിട്ടുള്ള തപശക്തി കൊണ്ട് വ്യാഴത്തിന് ദിവ്യശക്തികളും ജ്ഞാനവും അറിവും ലഭിച്ചു. 8 വെള്ളക്കുതിരയുള്ള സ്വർണരഥത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. ദേവസദസ്സിൽ രാജാവും പടയാളികളും അടക്കം സർവ്വ കഴിവുള്ളവരും ഒരുപോലെ നമസ്കരിക്കുന്ന ഒരേ ഒരു വ്യക്തിയും കൂടിയാണ് ബൃഹസ്പതി. അദ്ദേഹത്തിൻ്റെ ശാരീരികാരോഗ്യം കൊണ്ടോ മറ്റുള്ള ഇതുകൊണ്ടോ ഒന്നുമല്ല, വ്യക്തിത്വം കൊണ്ട്, സ്ഥാനം കൊണ്ട് എല്ലാവരും ഒരുപോലെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ ഹൈ സ്പിരിറ്റഡ് ആയിട്ടുള്ള, അതായത് ഹൈ സ്പിരിച്വലായിട്ടുള്ള ഹയർ ലെവലിലേക്ക് ഉള്ള സൈക്കിക് വൈബ്രേഷനെ, അതിൻ്റെ നേച്ചറിനെ നമുക്ക് ഹൊറോസ്കോപ്പിലൂടെ കാണിച്ചു തരുന്നതിലുള്ള മേജർ റോൾ ജൂപ്പിറ്ററിനാണുള്ളത്, വ്യാഴത്തിനാണുള്ളത്. ഒരാളുടെ വിസ്ഡത്തെ തിരിച്ചറിയുന്ന, ഈ ജന്മത്തിൽ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിവുകളെ, അനുഭവങ്ങളെ തിരിച്ചറിയിച്ചു തരുന്ന ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന നന്മ, ഗുരുത്വം, സത്യസന്ധത, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബൃഹത്തനു പിങ്കളാ മൂർത്തജക്ഷണ ബൃഹസ്പതി ശ്രേഷ്ഠമതി കപാത്മക. ഇതാണ് വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകത്തിലുള്ള ശ്ലോകം. ഒരുപാട് ശ്ലോകങ്ങൾ ജാതക പരിജാതകത്തിലും സാരാവലിയിലും ഒക്കെ ആയിട്ട് നിരവധി ശ്ലോകങ്ങൾ വ്യാഴത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പൊതുവിൽ ഈ അത്ര ഇരുണ്ടതല്ലാത്ത തലമുടി, കുറച്ച് ചെമ്പ് കലർന്ന തലമുടികൾ, കപപ്രകൃതി, എപ്പോഴും ഒരു കൊഴുപ്പുള്ള ശരീരമായിരിക്കും, തടിച്ച് കൊഴുപ്പുള്ള ശരീരമായിരിക്കും. ഏതാണ്ടൊരു ചുവപ്പ് കലർന്ന കുറച്ച് തെളിഞ്ഞ കണ്ണുകൾ, നെഞ്ച് അല്പം വിരിഞ്ഞ്, പൊക്കം അധികം ഇല്ലെങ്കിലും അത്യാവശ്യം ഒത്ത ദേഹം. എത്ര ജിമ്മിൽ പോയാലും കുറച്ച് കഴിയുമ്പം കുടവേർ വരും. കാരണം കപപ്രകൃതിയാണ്, ഒരു കൊഴുപ്പുള്ള ശരീരമാണ്. ശരീരത്തിലെ കൊഴുപ്പ് വ്യാഴത്തിൻ്റെ കാരകത്വമാണ്. സിംഹഗർജനം പോലെയുള്ള ഘനഗാംഭീര ശബ്ദം, ക്ഷമിക്കാനുള്ള കഴിവ്, പക വെച്ച് പുലർത്താത്ത സ്വഭാവം, എന്നാൽ മറക്കില്ല. തന്നോടൊരു തെറ്റ് ചെയ്താൽ, ഇപ്പോൾ ചൊവ്വയാണെന്നുണ്ടെങ്കിൽ അത് പകയും കാണും, അത് തിരിച്ചവരെന്തെങ്കിലും ചെയ്യാൻ നോക്കും. പക്ഷേ വ്യാഴം ക്ഷമിക്കും, പക്ഷേ മറക്കില്ല, അവരെ ഉപദ്രവിക്കത്തുമില്ല. ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് വ്യാഴത്തെക്കുറിച്ച് പറയാനുള്ളത്. ബൃഹത്തനു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിവലുത് എന്നൊരർത്ഥമുണ്ട് ഇതിനകത്ത്. വ്യാഴം നവഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വിസ്തരിച്ചത് എന്നൊരു അർത്ഥവും കൂടി ഈ ബൃഹത്തനു എന്ന വാക്കിന് പറയുന്നുണ്ട്. ശരിക്കും ശ്ലോകങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ഒരു സാൻസ്ക്രിറ്റ് ഡിക്ഷണറിയും കൂടെ വാങ്ങണം. സാൻസ്ക്രിറ്റ് മലയാളമോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് മലയാളമോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറിയോ ഒക്കെ ഓൺലൈനിലൊക്കെ അത് അവൈലബിൾ ആണ്. ഈ വാക്കെടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ വരും. അപ്പോൾ ആ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് ഓരോ വിഷയങ്ങളെയും കൂടുതലായിട്ട് മനസ്സിലാക്കാനും പറ്റും. ജ്യോതിഷത്തെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ശ്ലോകങ്ങളുടെ ഓരോ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും വേണം. കാരണം സാഹചര്യം അനുസരിച്ച് ഈ ഓരോ വാക്കിനും പല രീതിയിലാണ് അർത്ഥം പറയുന്നത്. സാന്ദർഭികവശാൽ അതിവിടെ പറഞ്ഞതാണ്, പഠിക്കേണ്ടവർ അതും കൂടി ആലോചിച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതിലൊന്നാമത്തേത് വെൽത്താണ്. അഭൗമമായിട്ടുള്ള
സാമ്പത്തിക സ്ഥിതി. ശുക്രൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ല വ്യാഴത്തിൻ്റെത്. വ്യാഴത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം കഴിഞ്ഞും ധനം ധാരാളം ഉണ്ടാവും, അതിനൊരിക്കലും ഒരു മുട്ടുണ്ടാവില്ല. ജീവിതത്തിൽ അനുഭവം കൊണ്ട് കിട്ടേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഭാഗ്യം. ജീവിതത്തിൽ ഭാഗ്യം, നേച്ചറിൻ്റെ സപ്പോർട്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്, ലക്ക് ഫാക്ടർ. ഒരാളുടെ മനസ്സിൻ്റെ സത്യസന്ധത, ഒരാൾ നമ്മളെ സഹായിക്കുന്നത്, സ്നേഹിക്കുന്നത്, ഇതെല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇടപെടുന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നത്, ഇതെല്ലാം വ്യാഴമാണ്. ഹയർ എഡ്യൂക്കേഷൻ, റിലീജിയസ് ആയിട്ടിരിക്കുക. റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിലീജിയോ എന്ന വാക്കിൽ നിന്നുണ്ടായ റിലീജിയൻ അല്ല, ടു ബൈൻഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്പിരിച്വൽ ആവുക, കറക്റ്റ് വേർഡ് അതാണ്, സ്പിരിച്വാലിറ്റി വ്യാഴത്തിൻ്റെ കാരകത്വമാണ്. ശരിക്കുള്ള സ്പിരിച്വൽ നേച്ചർ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണത്, അത് വ്യാഴത്തിൻ്റെ കാരകത്വമാണ്. അതുപോലെ തന്നെ ഫിലോസഫി, അതുപോലെ എന്തിട്ടാലും എക്സ്പാൻഡ് ചെയ്യുന്നത്, വികസിപ്പിക്കുന്ന, അറിവെങ്കിൽ അറിവ്. ഈ വ്യാഴം മോശമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വ്യാഴത്തിൻ്റെ ദശാകാലങ്ങളിൽ എന്തിട്ടാലും അത് എക്സ്പാൻഡ് ചെയ്യും. കാരണം മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ വ്യാഴത്തിൻ്റെ ദശയിലാണ് അത് തുടങ്ങുന്നതെങ്കിൽ, അവർക്ക് വ്യാഴം മോശമാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും, അതിൽ ഭയങ്കര മോശമാവും. അതേസമയത്ത് ജാതകത്തിൽ സൽസ്വഭാവമുള്ള ഒരാളാണെങ്കിൽ, ജീവിതത്തിൽ നിഷ്ഠയും സൽസ്വഭാവത്തോടുകൂടി പോവുകയാണെങ്കിൽ, വ്യാഴത്തിൻ്റെ ദശ വരുന്ന സമയത്ത് വ്യാഴം അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഈശ്വര കാര്യങ്ങളും നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥിതി വളരുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വികസിപ്പിക്കും. എന്തിട്ടാലും അത് വികസിപ്പിക്കുന്നതാണ് വ്യാഴം. അതുപോലെ തന്നെ ടീച്ചിങ്, ഗുരു, അതുപോലെ അഡ്വൈസറാകുക, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, മൊറാലിറ്റി, ലോയലിറ്റി, ഗുരുത്വം, ഹോണസ്റ്റി, നമുക്കൊരു വിഷയത്തോടുള്ള പാഷനും കമ്പാഷനും ഒക്കെ. അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യഥാർത്ഥ പ്രീസ്റ്റുകൾ. ഉണൂലിട്ടുകൊണ്ടോ ഒരാൾ പ്രീസ്റ്റ് ആവുന്നില്ല. യഥാർത്ഥ ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനമുള്ള അല്ലെങ്കിൽ സാധകനായിട്ടിരിക്കുന്ന ആൾക്കാർ, സ്കോളേഴ്സ്, വിസ്ഡം, മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്ന ആൾ, ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാർ, ആകാശ തത്വമാണ്. അപ്പോൾ ശബ്ദ തന്മാത്രകളിലൂടെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ, നാദം, യെല്ലോ കളറ്, അൺകണ്ടീഷണൽ ലവ്, താൻ സ്നേഹിക്കുന്നവരോടുള്ള കടപ്പാടും ഒബ്സഷൻസും, അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യുന്നത്, ത്യാഗേനേവ അമൃതത്വമശ്നുതയെന്ന് സ്പിരിച്വൽ ഇൻക്ലൈനേഷൻ്റെ ഉയർന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ ത്യാഗമാണ്. യജ്ഞവും യാഗങ്ങളും എല്ലാം, യജ്ജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യജ്ഞം എന്നുള്ള വാക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് പോയാൽ ത്യാഗം എന്നാണ് അർത്ഥം. അപ്പം യജ്ഞവും യാഗങ്ങളും ഈശ്വരകാര്യങ്ങളും മറ്റുള്ളവർക്ക് ഗുണമാവുന്നതും സ്വയം ഗുണമാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളും, സഹസ്രനാമ ജപങ്ങളും നാമജപങ്ങളും ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിൽ പൂജിക്കുന്നവരും മന്ത്രങ്ങളും യന്ത്രങ്ങളും എല്ലാം നമ്മളെ ഊർധഗതിയിലേക്ക് വിടുന്നത്, നമ്മുടെ ജീവാത്മ പരമാത്മ ഐക്യത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത് വ്യാഴത്തിൻ്റെ സ്വാധീനമാണ്. ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം. അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. തൻ്റെ അനുഭവങ്ങൾ കൊണ്ടും താൻ പഠിച്ച അറിവുകൾ കൊണ്ടും ജീവിതത്തിൽ പലതും ഉപദേശിച്ച് കൊടുക്കാനുള്ള കഴിവും. കൊഴുപ്പ്, ശരീരത്തിലെ കൊഴുപ്പുകൾ, കൊഴുപ്പ് നിമിത്തമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വ്യാഴമാണ്. സന്താനങ്ങൾ, റൊമാൻസ് ഉണ്ടാക്കുന്നത് ശുക്രനും അതിൻ്റെ ശാരീരിക ബന്ധത്തിലേക്ക് നയിക്കുന്നത് ചൊവ്വയും, ബീജബലത്തെ കാണിക്കുന്നത് രാഹുവും, കുഞ്ഞ് ജനിക്കുന്നത്, ഒരു പുതിയ ജന്മത്തിലേക്ക് വരുന്നത്, ജന്മമായി തീരുന്നത് വ്യാഴവുമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയത്തിനെല്ലാം ബലമുണ്ടാവും, പക്ഷേ കുട്ടി ആവില്ല. ഓരോ ഗ്രഹങ്ങളുടെയും ബലവ്യത്യാസം അനുസരിച്ച് അവരുടെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പം ഓരോ ഗ്രഹത്തിൻ്റെയും ബലവ്യത്യാസം അനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അതൊരു പഠന വിഷയമായിട്ട് വിട്ടുതരുന്നു. ദൈവാനുഗ്രഹം കൊണ്ടാണ് സന്താനങ്ങൾ ഉണ്ടാവുന്നത്. ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് ക്രിയേറ്റീവ് ഡ്രൈവ്, ആ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് ആയി വരാനുള്ളത്, സൃഷ്ടിയായി വരാനുള്ളത് വ്യാഴം അനുഗ്രഹിക്കണം, ദൈവാനുഗ്രഹം വേണം. അതുപോലെ തന്നെ ഔട്ടർ പ്ലാനറ്റുകളാണ്, നമ്മുടെ കർമ്മഫലത്തെ കാണിച്ചു തരുന്ന പ്ലാനറ്റാണ്. ഇന്നർ വേൾഡുകളാണ് ശരിക്കും ശനിയും വ്യാഴവും. 3 ഡയമെൻഷന് മുകളിലുള്ള തോട്ട് പ്രോസസ്സുകളും ബിയോണ്ട് ദ ടൈം ആൻഡ് സ്പേസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് വ്യാഴം ബലപ്പെട്ട ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു വന്നാൽ ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യലാണ് വ്യാഴത്തിൻ്റെത്. അഹങ്കാരം
ഇല്ലായ്മ. എന്നാൽ നല്ല ഗർവുണ്ടാവും കേട്ടോ. വ്യാഴത്തിന് കുറച്ച് ഗർവുണ്ടാവും. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും വ്യാഴം. പാശ്ചാത്യ സംസ്കാരങ്ങളിൽ പറയുന്ന ദൈവങ്ങളായിട്ടുള്ള സീയൂസ് ഓഫ് ഹെവൻ, ഒളിമ്പ്യൻ, തണ്ടർസ്റ്റോം ദേവതകൾ, ഇതെല്ലാം വ്യാഴത്തിൻ്റെ കാരകത്വത്തിലാണ് വരുന്നത്. വിഷ്ണു ഭഗവാനാണ് ശരിക്കും വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സർവേശ്വര കാരകത്വമുള്ളത് കൊണ്ട് ഓരോ രാശിക്കനുസരിച്ച് അതിന് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാക്കാം. ശനി വ്യാഴ കോമ്പിനേഷൻസാണ് പലപ്പോഴും ആൾക്കാരുടെ സ്പിരിച്വൽ ലെവൽ ഭയങ്കരമായിട്ട് ഉയർത്തുന്നത്. ശനി എന്ന് പറയുന്നത് ലോവർ ലെവൽ സൈക്കിക് വൈബ്സും വ്യാഴം എന്ന് പറയുന്നത് അപ്പർ ലെവൽ സൈക്കിക് വൈബ്സുമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു എപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, ഒരു ഡയലമ ഉണ്ടാവും. അത് പാലാഴിമതനം പോലെയാണ്. ആ സമയത്ത് പലതരത്തിലുള്ള വിഷവും പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരും. ലാസ്റ്റ് ആ വ്യക്തി റിയാലിറ്റിയിലേക്ക് വരികയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോവുകയും ചെയ്യും. സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ജാതകത്തിൽ വ്യാഴം 1, 5, 9 നിൽക്കുന്നത്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലായിരിക്കും ശനി നിൽക്കുന്നത്, ശനിയുടെ നക്ഷത്രത്തിലായിരിക്കും വ്യാഴം നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു ബന്ധം വ്യാഴവും ശനിയും തമ്മിൽ ഉണ്ടാവും. ആ ഒരു ചേർച്ചയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വളർത്തുന്നത്. സെൽഫ് ഡിസിപ്ലിനാണ്, ഫോക്കസ്ഡ് ആണ്, എപ്പോഴും നമ്മുടെ സ്പിരിറ്റിനെ ഉയരങ്ങളിലേക്ക് ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് വ്യാഴം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഫെയ്ത്ത്, അതുപോലെ തന്നെ കോൺഫിഡൻസും വൈറ്റാലിറ്റിയും ഒക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള സാധനയും കാര്യങ്ങളും ഒക്കെ ചെയ്യൽ, അതിനുവേണ്ടി സമയം കണ്ടെത്തൽ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം വ്യാഴമാണ് കേട്ടോ. ഒരു ഡിവൈൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും വ്യാഴം ബലപ്പെട്ട ഒരാൾക്ക്, ഉറപ്പായും, അതിന് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ റെട്രോഗ്രേഡ് ആയിട്ടുള്ള വ്യാഴം വക്രത്തിൽ പോയാൽ ഒരു ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇന്നർ ഫെയ്ത്ത് ഉണ്ടാവും അവർക്ക്. വ്യാഴം വക്രം പോയാൽ ഏത് ഭാവാധിപത്യം അനുസരിച്ച് ശക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ജന്മം അവർ ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. വ്യാഴത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ എലഗൻസ് ഓഫ് എ ട്രൂ അരിസ്ട്രോക്രാറ്റ് ആണ്. അതിലൊട്ടും സംശയിക്കേണ്ട, ഉറപ്പാണത്. വ്യാഴം ജാതകത്തിൽ പിഴയ്ക്കാൻ പാടില്ല. ഒരാളുടെ ജീവിതത്തിൽ വ്യാഴം പിഴച്ചു പോയാൽ പിഴച്ചു പോകുന്ന ഒരുപാട് കാര്യമാണ്. ഈ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗുരുത്വം അതൊരു സത്യസന്ധമായ കാര്യമാണ്. അതിൽ ശാപം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ, സത്യസന്ധമായ കൊച്ചു കുട്ടികൾ, അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ശാപം നമുക്ക് കിട്ടും. അത് അനുഭവിക്കാതെ പോകാൻ പറ്റില്ല. അതുപോലെ ഗർഭിണിയായ സ്ത്രീകൾ, നിറവയറോട് കൂടിയിരിക്കുന്ന സ്ത്രീകൾ, അവരെ വിഷമിപ്പിക്കരുത്. അവരെ വിഷമിപ്പിച്ചാൽ അത് അനുഭവിക്കാതെ പോയില്ല, അത് വ്യാഴമാണ്. പിന്നെ ഒരാൾ നമ്മളെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ ചീറ്റ് ചെയ്ത് പോയാൽ ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം. ചന്ദ്രന് താരയുമായിട്ടുള്ള ബന്ധമറിഞ്ഞ വ്യാഴം ക്ഷമിച്ചതുപോലെ ചിലപ്പോൾ അവർ ക്ഷമിച്ചേക്കാം. പക്ഷെ അത് മറക്കില്ല. ഒരു വലിയ ശാപമായിട്ട് അത് ചന്ദ്രൻ്റെ തലയിൽ വന്നതുപോലെ എന്നും അതുണ്ടാവും. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റുകൾ, ഈശ്വരീയ വിഷയങ്ങൾ, അതേപോലെ നന്മയുള്ള കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഡിവൈനായിട്ടുള്ള കാര്യങ്ങൾ, റിയലായിട്ടുള്ള കാര്യങ്ങൾ, റിയൽ സ്പിരിച്വാലിറ്റി, ഇതിനൊന്നും നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇതൊന്നും ഉപദ്രവിക്കാൻ നിൽക്കരുത്. അതൊക്കെ നേച്ചറിൽ ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് പോലെയാണ്. അത് ഇൻട്രസ്റ്റ് സഹിതം നമ്മളിലേക്ക് അത് തിരിച്ചു വരും എന്നുള്ളതും കൂടി ഓർത്തോളുക. അതിനകത്ത് പരിഹാരം ചെയ്താൽ മാറില്ല. അതുകൊണ്ട് നമ്മൾ പറയില്ലേ ബ്രാഹ്മണ ശാപം എന്നൊക്കെ. സാധകൻ ശരിക്കും ബ്രാഹ്മണിക്കൽ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിൽപ്പെട്ടവരുടെ ശാപം എന്നല്ല അത്. ഈശ്വര പൂജ ചെയ്തിരുന്നവർ, അല്ലെങ്കിൽ നന്നായിട്ട് സത്യസന്ധരായിരുന്നവരെ ഒക്കെ വേദനിപ്പിച്ചാൽ, ഈശ്വരകാര്യം ചെയ്തവരെ ചതിച്ചാൽ, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച ഗർഭിണിയായ സ്ത്രീകൾ, പ്രായത്തിലധികമായിട്ടിരിക്കുന്ന പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മമാർ, അച്ഛന്മാർ, അങ്ങനെയൊക്കെയുള്ള ഗുരു, ഇതെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരേണ്ടതും ഈ കാര്യങ്ങളിലൂടെയാണ്. നമ്മുടെ സക്സസ് ഇരിക്കുന്ന ഇവിടെയൊക്കെയാണ്. ആ ഗുരുത്വം പോയാൽ എല്ലാം പോയി. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അതിന് പരിഹാരം ഇല്ല. വ്യാഴത്തിൻ്റെ കാരകത്വങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാം. ബ്രാഹ്മണൻ, അതായത് ഈശ്വരോപാസകരായിട്ടുള്ള ആൾക്കാർ, വെറുതെ ദീക്ഷ മേടിച്ചു, പൂജ കഴിച്ചു, ഒരു പർട്ടിക്കുലർ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ടല്ല.
ശരിക്കും റിയലായിട്ടുള്ള സ്പിരിച്വൽ പേഴ്സണാലിറ്റീസ് ധനം, അഭൗമമായ ധനം, ആവശ്യം കഴിഞ്ഞും ഇരിക്കുന്ന ധനവും സ്വർണവും എല്ലാം, തിരുപ്പതി അമ്പലവും പത്മനാഭസ്വാമിയുടെ അമ്പലവും ഒക്കെ ഓർത്താൽ അതിലിരിക്കുന്ന നിധിയും ഒക്കെ ആവശ്യം കഴിഞ്ഞാലും അതുണ്ടാവും. സ്വന്തം കർമ്മങ്ങൾ, ഈശ്വരകാര്യങ്ങൾ, സാധന, പ്രതാപം, നമ്മുടെ കീർത്തികൾ, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നത്, ഒരു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയായി മാറുന്നത്. ഈ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. വ്യാഴത്തിൻ്റെ പവർ അറിയണമെങ്കിൽ ദേവസദസ്സിൽ അത്രയും ദേവന്മാരുടെ ഇടയിൽ വ്യാഴത്തെ മാത്രം 1,00,000 ദേവന്മാർ വന്നു നമസ്കരിക്കും. ഒറ്റ ഗുരു മതി 1,00,000 ആൾക്കാരെ മാറ്റാൻ. ഒരു വ്യാഴത്തിൻ്റെ കഴിവുള്ള ഒറ്റ ഒരാളുടെ കഴിവ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ നന്മകളെല്ലാം വ്യാഴത്തിൻ്റെ കാരകത്വമാണ്. നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ അത് നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 1,00,000 ദോഷങ്ങൾക്ക് ഒരു വ്യാഴം ദൃഷ്ടി മതി എന്ന് പറയും. 1,00,000 ദോഷം ഗുരു ഹന്തി എന്ന്. നമ്മുടെ ഉള്ളിലെയും നമ്മുടെ ചുറ്റുപാടുമുള്ള 1,00,000 ആൾക്കാർക്ക് തുല്യമാണ് വ്യാഴം ബലപ്പെട്ട ഒറ്റയാൾ. ആ ഒറ്റയാളുടെ വിസ്ഡം മതി അത് മാറ്റിമറിക്കാൻ. ഒബ്സർവ് ചെയ്യാൻ വിട്ടുതരുന്നു. ഇഷ്ട സുഹൃത്തുക്കൾ, മന്ത്രം, മാധുര്യമായിട്ട് സംസാരിക്കുന്നത്, നമുക്ക് അവരുടെ കൂടെ ഇരുന്നാൽ ഭയങ്കര സുഖം കിട്ടുന്നത്, സൗമ്യശീലം, അധാർമികമായ വിഷയങ്ങൾ പറയുമ്പം എതിർക്കുന്നത്, നന്നായിട്ട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നത്. നമ്മളെ 5-ാം ഭാവത്തിൻ്റെ കാരകനല്ലേ, 5-ാം ഭാവത്തിലാണല്ലോ റിയൽ പ്രണയം ഇരിക്കുന്നത്. അപ്പം അത് 11-ാം ഭാവം പ്രകൃതി തരേണ്ടതെല്ലാം 11-ാം ഭാവത്തിൻ്റെ കാരകനാണ്. 2-ാം ഭാവത്തിൻ്റെ വിദ്യയുടെ അറിവിൻ്റെ കാരകൻ. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനയിലൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന അറിവുകളും അനുഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് വ്യാഴമാണ്. അത് മറന്നു പോകരുത്. മഞ്ഞൾ, പയർ, അതുപോലെ മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞ നിറം, പൗരോഹിത്യം എല്ലാം വ്യാഴമാണ്. ഈ പറഞ്ഞതൊക്കെയാണ് പ്രധാനമായിട്ടും വ്യാഴത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വിഷ്ണു ഭഗവാനാണ് ഇതിൻ്റെ അതിദേവത പ്രധാനമായിട്ടും. പിന്നെ മറ്റ് പല ഈശ്വരന്മാരുണ്ട്. പൊതുവെ ഗുരുത്വവും ഈശ്വരാനുഗ്രഹവുമാണ് വ്യാഴം നമുക്ക് കാണിച്ചു തരുന്ന നന്മയാണ്. വ്യാഴത്തിൻ്റെ കാരകത്വമുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ ദുർബുദ്ധിയോ അഹങ്കാരവും കൊണ്ടോ നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടപ്പെടുത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മളതൊന്നും അനുഭവിക്കാതെ ഈ മണ്ണ് വിട്ട് പോവില്ല. എല്ലാവർക്കും ഗുരുത്വം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത ഗ്രഹവുമായിട്ട് കാണാം. നമസ്കാരം.